ഹായ് എവരിവൺ, വെൽക്കം ടു ജോംസ് മീഡിയ. ജോംസ് മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ദുബായ് മാളിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബുർജ് ഖലീഫയെ ലക്ഷ്യമാക്കി അവിടെ നടക്കുകയാണ്. നമ്മൾ ദുബായ് മാളിനകത്തൂടെ കയറി അങ്ങനെ ബുർജ് ഖലീഫയിലേക്ക് പോവാണ്. നമ്മൾ ബുർജ് ഖലീഫയുടെ റിസപ്ഷനിൽ എത്തിയിരിക്കുകയാണ്, ഏറ്റവും താഴെ. അപ്പോൾ അതിലേക്ക് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടറൊക്കെയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ചേച്ചി ടിക്കറ്റ് സ്കാൻ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മളിവിടെ കയറുകയാണ്. ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യാണ്, സെക്യൂരിറ്റി ചെക്ക് ഇന്നാണ്. അങ്ങനെ ഞാൻ അകത്ത് കയറിയിരിക്കുകയാണ്. അത് സ്റ്റാർട്ടിങ്, അതായത് നമ്മൾ ആ റിസപ്ഷനെ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. നമ്മൾ കയറി വരുമ്പോൾ എൻ്റെ പുറകിൽ ക്യാമറ ഇരിക്കുന്നുണ്ടോ, ആ ക്യാമറ വെച്ചിട്ട് അവർ നമ്മളെല്ലാം ചേർത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കാര്യം അത് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അവർ ആ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരും. നമുക്ക് അതിനുള്ള ക്യാഷും കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ആരും അങ്ങനെ വാങ്ങിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ പല രീതിയിൽ എഡിറ്റ് ചെയ്ത് തരും. കാരണം ബുർജ് ഖലീഫയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും ബുർജ് ഖലീഫയിൽ താഴോട്ട് നോക്കുന്നതും അങ്ങനെ ഒരു എഡിറ്റിംഗ് ആണ്. ഫോട്ടോഷോപ്പിലോട്ട് എഡിറ്റ് ചെയ്താണ് തരുന്നത്. നമുക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ മാസ്ക് ഒന്ന് മാറ്റുവാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ അവരൊരു ബുർജ് ഖലീഫയുടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുവാണ് നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് കറങ്ങി വന്നു, അങ്ങനെ വന്നു നമ്മൾ നേരെ ഇങ്ങോട്ട് ആണ് നടക്കുകയാണ്. ഇനി ഞാനിങ്ങനെ നടന്നു വന്ന സമയത്ത് ഇവിടെ റൂഫ് ടോപ്പിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കണ്ട. അപ്പോൾ അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. അതിൻ്റെ ടോപ്പ്, അതിൻ്റെ ആൻറ്റിനെ വരെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ അത്? ഇപ്പോൾ ബുർജ് ഖലീഫയെ പറ്റിയുള്ള കാര്യങ്ങൾ ബുർജ് ഖലീഫ തന്നെ പറയുന്ന രീതിയിൽ ഇവർ ഇവിടുത്തെ വാൾസിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ലെറ്ററിംഗ് ആണ്, ലെറ്ററിംഗ് LED ലെറ്ററിങ്സ് ആണ് കേട്ടോ. അതായത് ലെറ്ററിംഗ് ബാക്കിൽ LED വെച്ചിട്ട് അതിന് ലെറ്ററിംഗ് ആണ് ചെയ്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ലെറ്ററിങ്. അതിന് താഴെ ചെയ്തിട്ടുണ്ട് ഐ ആം ബുർജ് ഖലീഫ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നേ ഉള്ളൂ. വീണ്ടും നമ്മൾ അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ വലിയൊരു എസ്കലേറ്ററാണിത്, കണ്ടല്ലേ, നല്ല ഹൈറ്റുള്ള എസ്കലേറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നടന്നു വന്നത് ആ വഴിയിലൂടെയാണ് നടന്നു വന്നത്. സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഓൺ ആക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി അടുത്തൊരു ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്.
അവിടെ ഒരു ഫുഡ് കഫേ ഉണ്ട് കേട്ടോ. എത്ര മനോഹരമായ വഴിയാണ്. സൈഡിലൊക്കെ നല്ല സ്ക്രീൻസും നല്ല ബ്ലാക്ക് മെറ്റീരിയൽസൊക്കെ വെച്ച് ചെയ്ത നല്ല വഴി. വേറൊരു പ്രത്യേക ആംബിയൻസ് കേട്ടോ ഇതുവഴി നടക്കുമ്പോൾ. നമ്മൾ നടന്ന് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാര്യം ലോകത്തിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വലിയ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും അത് നമ്മളിപ്പോൾ കയറാൻ പോവുകയാണ്. വരുന്ന വഴിക്ക് വീണ്ടും ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ആ സ്ക്രീനിൽ അത് ബിൽഡ് ചെയ്ത് വരുന്ന ഓരോ വർഷവും, അതായത് 2004 ഇതിൻ്റെ പണി ആരംഭിച്ചത്. ആ 2004 തൊട്ടുള്ള വിവരങ്ങൾ അവർ ജസ്റ്റ് ഒരു സ്ക്രീനിൽ അവർ കാണിക്കുന്നുണ്ട്. ഇവിടെ 2004 ജനുവരി തൊട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. 2004, 2005, 2006, 2007 അങ്ങനെ ഓരോ വർഷത്തെയും അവർ എന്തൊക്കെയാണ് അത് ചെയ്തെന്നുള്ളത് കാണിക്കുന്നുണ്ട്. 2010 ജനുവരിയിലാണ് ഇത് ഓപ്പൺ ആക്കിയത്. അതുപോലെ തന്നെ മറ്റ് സ്ക്രീനുകളിലൊക്കെ ഓരോ പ്രാവശ്യം ഇത് പണി ചെയ്ത് നടന്നുകൊണ്ടിരുന്ന സമയത്തുള്ള പിക്ചേഴ്സുകളാണ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? കാരണം ഇതിനെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു കെട്ടിടം ഇവിടെ പണി കഴിപ്പിച്ചത്. അപ്പോൾ അവരെയൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു നിമിഷം ഓർക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ വാഷ്റൂമാണ്, ഞാൻ കയറാൻ പോവുകയാണ്. ക്ലോസറ്റിന് മുണ്ടക്കത്തെ ഫ്ലഷ് ടാങ്കിൻ്റെ ആ ഒരു നോബാണ് കാണിക്കുന്നത്. ഞാനിതുവരെ ഇങ്ങനൊരു ടൈപ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നി ഈ നോബിലാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സെറ്റപ്പ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഇൻസൈഡ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, അത് വെള്ളം ഫ്ലഷ് ചെയ്യുന്നതിനുള്ള സ്വിച്ച് ഇതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പുതിയൊരു അറിവാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാം. അങ്ങനെ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം വീണ്ടും നമ്മൾ നേരത്തെ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നടന്നു കിടന്ന് നമ്മുടെ ടോപ്പിലേക്ക് കയറാനുള്ള ലിഫ്റ്റിന്റെ വാതിക്കൽ എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് കാണുന്ന 1, ഇത് 2, ഇത് 3. അപ്പോൾ അങ്ങനെ 3 ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ടോപ്പിലേക്ക് പോകുന്നത്. 124ാമത്തെ നിലയിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് പോകാൻ പോകുന്നത്. എവറി സെക്കൻഡിലും 3 ഫ്ലോർ ഈ ലിഫ്റ്റ് കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിന്റെ ആ ഒരു സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഈ 124ാമത്തെ നിലയിൽ എത്തിച്ചേരും. അത് വളരെ അമേസിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. ലിഫ്റ്റിന്റെ വാതിക്കലുള്ള 2 സ്റ്റാഫുകളാണ് ഇവര്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. What's your name? Stanley. Stanley. Are you from? Cameroon. Cameroon. Yes. Oh, okay. It's an African country? Yes, in Africa. Africa. Oh, okay. And your name? Hannah. Hannah. You're from? Ukraine. You ask? Hi. Just say that. Stanley from Cameroon. Oh, okay. Hi. Hi. Okay. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഇവര് നമ്മളോട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. Okay. Thank you. Welcome. Have fun. Have fun. Come to Burj Khalifa. Okay. 124ലായിരുന്നു ഇപ്പോൾ കിടക്കുന്ന ഈ ലിഫ്റ്റ്. ഇപ്പോൾ താഴേക്ക് അത് വരാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട് അവിടെ. ഇറ്റ് വിൽ സ്റ്റാർട്ട് നൗ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ അതിൻ്റെ മീറ്റേഴ്സും സെക്കൻഡ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫ്ലോർ വരുന്നതാണ്, കണ്ടില്ലേ? എന്ത് ഫാസ്റ്റായിട്ടാണ് നോക്കി ആ ഫ്ലോറിൻ്റെ നമ്പർ കാണിക്കുന്നത്. താഴേക്ക് വരുവാണത്. 124 100 കഴിഞ്ഞു. എത്ര സെക്കൻഡ് വേണം? അത് 17 സെക്കൻഡ് അല്ല 18 സെക്കൻഡ് ആയതേ ഉള്ളൂ. ലിഫ്റ്റ് ഇപ്പോൾ തുറക്കുകയാണ്. ഫസ്റ്റിൽ എത്തിയിട്ടുണ്ട്. 60 സെക്കൻഡ്, അതായത് പറഞ്ഞ 1 മിനിറ്റിൽ അത് തുറന്നു കഴിഞ്ഞു. അമേസിങ്. ഞാൻ കയറാൻ പോവുകയാണ്. ഇതൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്തൊരു ഡിസ്പ്ലേ ഉണ്ട്, അതിനകത്ത് നമുക്ക് കാണിക്കാം.
girls with their nails done now. അങ്ങനെ 124th ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മ്യൂസിക്കും തീർന്നു, ലിഫ്റ്റ് തുറന്നു, നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഓ ഓക്കെ. അങ്ങനെ ഞാൻ 124th ഫ്ലോറിലെ ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ വെൽക്കം ചെയ്ത് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഹായ്. Welcome at level 124. Enjoy the view. Hello, welcome. What's your name? Maria. Maria. You're from? Russia. Russia. Okay. അപ്പോൾ ഞാൻ വന്ന് ഇറങ്ങിയ ലിഫ്റ്റ് ഇതായിരുന്നു. ലിഫ്റ്റിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ ഒബ്സർവേഷൻ ഡെക്കാണ്. ഇവിടെ നിന്ന് കാണാൻ പോകുന്ന വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ദുബായ് എത്ര മനോഹരമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴെ കാണുന്നത് ആ വാട്ടർ ഫൗണ്ടൻ ആണ് കേട്ടോ. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ നൈറ്റിൽ അത് പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ അത് നമുക്കത് കാണാം കേട്ടോ. അപ്പോൾ താഴെ കാണുന്നതാണ് ദുബായ് മാള്. അത് ഓക്കെ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. നമ്മ ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ ഷൂട്ട് ചെയ്തത്. അതുപോലെ ടോം ക്രൂസ് ഇതിൽ കയറി ചാടുന്നതൊക്കെ ഉള്ള സീനുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഗ്ലാസസ് കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് കേട്ടോ. താഴെ കൂടെ വണ്ടി പോകുന്നുണ്ടല്ലോ, കണ്ടില്ലേ? വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നല്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ നിന്നത് ആ ഒരു ഏരിയയിലാണ് നിന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ഡോറുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലാസ് ഡോറിനകത്തോടെ നമുക്ക് കയറി പോകാം. അപ്പം ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. അത് കണ്ടില്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു മഴ പെയ്താൽ നമുക്ക് നനയാൻ കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ മഴയൊന്നും പെയ്യാറില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിക്കാം. ഓരോ അതായത് നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോൾ ഉള്ള ഓരോ സ്ഥലത്തെയുള്ള കാഴ്ചകൾ. അതായത് ഈ ഒരു ബുർജ് ഖലീഫയുടെ ഹാഫ് സർക്കിളായിട്ടാണ് ഇവർ, അതായത് പകുതി ഫുള്ള് സറൗണ്ട് ചെയ്തിട്ടല്ല ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹാഫ് സർക്കിളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത് സൗത്ത് സെക്ഷനിൽ നിൽക്കുമ്പോൾ ഉള്ള വിഷ്വലുകളാണ്. അങ്ങനെ നമ്മൾ ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റിലുള്ള കാഴ്ചകൾ, ഈസ്റ്റ് പോളിൽ കൂടെ ആ ഒരു സെക്ഷനിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് കയറാൻ പോകുന്നത് ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം ലെവലിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഓപ്പൺ സ്പേസിൽ നിന്ന് നമ്മൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മനോഹരമായ ഒരു കഫേയൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ കോഫിയോ
ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം. ഫൈൻ. അങ്ങനെ വീണ്ടും നമ്മൾ നടന്നു. ഇപ്പോൾ ഈ വശത്തിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് ദുബായിലെ മനോഹരമായ റോഡ് കാണാം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെയും കണ്ടതാണ്. ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിഷ്വൽസ് ഇവിടുന്ന് കാണിക്കാത്തത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന 124th ഫ്ലോറിന് മണ്ടയ്ക്ക് 125th ഫ്ലോറിൽ നമുക്ക് കയറാൻ പറ്റും. ഞാൻ 124th ഫ്ലോറിൽ തന്നെ ഇവര് നമുക്ക് ഒരു സുവനിയർ, അതായത് നമുക്ക് തന്നെ മേക്ക് യുവർ ഓൺ പെന്നി സുവനിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു എംബ്ലം നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഡ്രൈവിംഗ് വീൽസ് വെച്ചിട്ട് കറക്റ്റ് അത് സെലക്ട് ചെയ്ത് അതിനുശേഷം 10 dirham AED ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എംബ്ലമായിട്ട് നമുക്കത് പുറത്ത് കിട്ടും. അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഇതാണ് അറ്റ് ദി ടോപ്പ്. ഈ ഒരു എംബ്ലമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീൽ ഡ്രൈവ് ചെയ്തപ്പോഴാണ് അതിൻ്റെ നേരെ കൊണ്ടുവച്ചത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 dirham ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അത് എടുത്തു നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്. സംഭവം വന്നിട്ട് ഒരു ഗോൾഡ് കോയിൻ പോലെ നമുക്ക് കയ്യിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എംബ്ലം ഇട്ടിരിക്കുകയാണ്. ഓക്കെ, നല്ലതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ. ഈ ഫ്ലോറിൽ തന്നെ ഈ ബുർജ് ഖലീഫയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു ഷോപ്പും കൂടെ ഉണ്ട് ഇതിനകത്തിൽ. അതായത് ബുർജ് ഖലീഫയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോപ്പാണ്. അതായത് അതിൻ്റെ ആർട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്. അതായത് കീ ചെയിനുകൾ, അതുപോലെ തന്നെ കപ്പിനകത്തിൽ അതിൻ്റെ പടം, അതുപോലെ ടീഷർട്ടുകൾ, ബാഗുകൾ, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ള ഒരു ഷോപ്പും കൂടെ അതിനകത്തുണ്ട്. സ്റ്റാഫുകളാണ് അവർ. ഹായ്, യുവർ നെയിം? My name is Sandhya from Nepal. Nepal. Oh, okay. Alright, here we go. Okay, just say hi. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുർജ് ഖലീഫയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. എങ്ങനെയുണ്ട്? പൊളിയാണല്ലേ? സൂപ്പർ. One time, 2 time എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഫാമിലി ആയിട്ട് വന്ന് സത്യം പറഞ്ഞാൽ അല്ലേ, ഒരു നമുക്ക് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. തീർച്ചയായിട്ടും. ഇതൊരു മൊത്തം ദുബൈയുടെ ഒരു വ്യൂ ആണ്. അതെ. അപ്പം അതിൻ്റെതായിട്ടുള്ള ഭംഗിയും ഇതിനുണ്ട്. അതെ. ഇപ്പൊ ഞങ്ങള് 125th ഫ്ലോറിലേക്ക് ഒന്ന് കയറാൻ പോവുകയാണ്. ഞാൻ നിൽക്കുന്നത് 125th ഫ്ലോറിലാണ്. ഇതും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഡെക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് 125th ഒബ്സർവേഷൻ ഡെക്ക് ഉള്ള കാര്യം. ഇവിടെ വന്നുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മനോഹരമായിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അതായത് നമ്മൾ നേരത്തെ കണ്ട അപ്പുറത്തെ ഭാഗമായിരുന്നു, അതായത് സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വെസ്റ്റ് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അറേബ്യൻ സീ ഉണ്ട് അവിടെ, അറേബ്യൻ സീ. ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ട് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പൊക്കത്ത് നിന്നുകൊണ്ട് ഒരു സൺസെറ്റ് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ ഫ്ലോറിലും നടന്നു വരുമ്പോൾ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ദുബായ് ബുർജ് ഖലീഫയുടെ ഒരു ആർട്ട് വർക്കിലുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടെയും ഉണ്ട്. ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും. ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം, താഴേന്നും പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വിർച്വൽ റിയാലിറ്റിയുടെ ഒരു ഡെസ്ക് ഇവിടെ ഉണ്ട്. വിർച്വൽ റിയാലിറ്റിയുടെ ഡെസ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. അത് പക്ഷേ ചാർജബിൾ ആണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ. വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്, അതായത് 124th ഫ്ലോറിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ സമയം ഇപ്പോൾ രാത്രി 7:30 ആയിട്ടുണ്ട്. അപ്പൊ രാത്രിയിലെ വിഷ്വലൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോകാതിരുന്നത്. രാത്രിയിലെ ഒരു കാഴ്ചകൾ വളരെ മനോഹരമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പകൽ കണ്ട കാഴ്ചകളെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാത്രിയിലെ കാഴ്ചയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിക്കാം.
അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പം രാത്രിയിലെ കാഴ്ചയും വളരെ മനോഹരമല്ലേ. അപ്പോൾ പകലും രാത്രിയിലെയും കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഈ 124 നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ആ ലിഫ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ വന്ന ലിഫ്റ്റിലേക്ക് തന്നെ കയറാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് താഴെ എത്താൻ പറ്റും. ഗുഡ് നൈറ്റ്. മേളിലൊക്കെ ഉണ്ടല്ലേ സ്കൈ. അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ എത്തിയിരിക്കുകയാണ്.